Hi friends, welcome back to Treasure Crafts. ഞാൻ ലിയ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ടീ-ഷർട്ട് yarn എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റി ടീ-ഷർട്ട് yarn പ്രോജക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സാധാരണ വെള്ള ബനിയൻ ഫാബ്രിക് ഡൈ വെച്ചിട്ട് കളർ കൊടുത്തിട്ട് അത് അപ്സൈക്കിൾ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എനിക്ക് എറണാകുളത്ത് ഒരു ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കിട്ടിയ 10 രൂപയുടെ ഒരു ഫാബ്രിക് ഡൈയിങ് ഒരു പാക്കറ്റാണിത്. അപ്പോൾ ഞാൻ കളർ കൊടുത്തപ്പോൾ ഓരോന്നിനും കുറച്ച് കളർ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ പൊടിയിട്ട് അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ ഞാനിത് കളറ് ഇച്ചിരി വേരിയേഷനിലും ഉണ്ടാക്കിയെടുത്തു. ബനിയൻ തുണി ഇതുപോലെ ഒറ്റ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ സ്ലോ ആയിട്ട് എൻ്റെ വീഡിയോ നേരത്തെ ഒരു വീഡിയോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒരു പഴയ ഷർട്ടിൻ്റെ കൈയുടെ തുണിയാണ് ഞാനിതിൻ്റെ ബേസായിട്ട് എടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ അത് എടുക്കാം. ഏത് വലിപ്പത്തിൽ ഒരു മാറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ സൈസിൽ തുണി എടുക്കാം. കട്ട് ചെയ്ത ബനിയൻ സ്ട്രിപ്സ് നമ്മളുടെ ഇതിങ്ങനെ കവിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വീവിങ് സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ബേസിൻ്റെ തുണി മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഈ നമ്മൾ കാണുന്ന സൈഡ് ഇത് റോങ് സൈഡാണ്. അതുകൊണ്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ എക്സ്ട്രാ വരുന്ന ഭംഗിയില്ലാത്ത സൈഡൊക്കെ ഈ സൈഡിലോട്ട് തന്നെ ഫേസ് ചെയ്യുന്ന പോലെ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇൻസൈഡ് ഔട്ട് ആക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത്. ഈ സ്ട്രിപ്സ് വെക്കുമ്പോൾ ഓരോന്നും കളേഴ്സ് കുറച്ച് ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിൽ അതിൻ്റെ ഭംഗി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല, വെറുതെ റാൻഡംലി ഇങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്ത് ആ 3 കളേഴ്സിൽ മിക്സ് ആക്കിയിട്ട് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ കളർ ചെയ്തിട്ടുള്ളത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളുടെ കയ്യിൽ പല കളേഴ്സിലുള്ള സിമിലർ കളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോംപ്ലിമെൻറ്റിങ് കളേഴ്സ് വെച്ചിട്ട് ഉള്ള ടീ-ഷർട്ട് yarn ഉണ്ടാക്കി അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ബനിയൻ മെറ്റീരിയൽ ആ ബനിയൻ്റെ അപ്സൈക്കിൾ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തൊരു ഐഡിയ ആണിത്. ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഭയങ്കര ക്യൂട്ടാണ്. അപ്പം ഇത് വേണമെങ്കിൽ ഒരു മാറ്റായിട്ട് യൂസ് ചെയ്യാം. നല്ല കോട്ടൺ തുണിയാണ് ഇങ്ങനെ കളർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ മാറ്റായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഹോട്ട് പാൻസ് ഒക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. വെറുതെ ഒരു ഷോ പീസ് പോലെ വെക്കാം. പിന്നെ പ്ലേസ് മാറ്റ്സ് ആയിട്ട് പ്ലേറ്റും കട്ട്ലറിയും ഒക്കെ വെക്കുന്ന പ്ലേസ് മാറ്റ്സ് ആയിട്ട്. ഇതുണ്ടാക്കിയതിന് ശേഷം ഒരു പില്ലോ കവറിൽ അത് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നല്ല സ്റ്റൈലിഷ് പില്ലോ കവറായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ഇതാ 4 സൈഡ്സിലോട്ടും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ആ വീവിങ് പാറ്റേണിൽ ചെയ്ത് അറ്റം വരെ ആ താഴെയുള്ള തുണി ഫുൾ കവർ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ കൈ വെച്ച് തന്നെ, ഇതിൽ ഞാൻ സൂയിങ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല, സൂചി നൂലും വെച്ചിട്ട് കൈ വെച്ച് തന്നെയാണ് തയ്ക്കുന്നത്. ആ താഴെ വെച്ചേക്കുന്ന തുണിയാണ് നമ്മുടെ ടെംപ്ലേറ്റ്. അപ്പോൾ ആ തുണിയിലോട്ട് നമ്മളിത് തുന്നി ചേർക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഏത് പ്ലേസ് മാറ്റിനൊക്കെ കുറച്ചുകൂടി വീതി വേണോ അല്ലെങ്കിൽ ചവിട്ടിക്ക് കുറച്ചുകൂടി വലിപ്പം വേണോ ആ രീതിയിൽ നമുക്ക് താഴത്തെ തുണിയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മാറ്റ് എന്താ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതാക്കിയെടുക്കാം. ടീ-ഷർട്ട് yarn മേടിച്ചിട്ടും ഇത് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. പക്ഷേ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും കാണിക്കണേ. സ്റ്റിച്ച് ചെയ്തപ്പോൾ മുഴുവൻ സ്റ്റിച്ച് ചെയ്യാതെ ഒരു 3 ഇഞ്ചസ് ഒരു സ്പേസ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഈ 3 ഇഞ്ചസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബേസ് തുണി ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ടീ-ഷർട്ട് yarn മുഴുവൻ കട്ട് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഞാൻ സൂചി നൂലും വെച്ച് തയ്ക്കുന്നുണ്ട്. അതൊന്നും കൂടി അതിൻ്റെ ചില നൂലുകൾ നമ്മൾ തയ്ച്ചതിന് പെടാതെ ഉള്ളത് ഒന്നും കൂടി തയ്ച്ചെടുക്കുന്നുണ്ട്. ആ 3 ഇഞ്ചസ് വിട്ടിട്ട് 3 ഇഞ്ചസ് നമ്മൾ ക്ലോസ് ചെയ്ത് തയ്ക്കുന്നില്ല. അത് ആ ഒരു ഹോളിൽ കൂടെയാണ് നമ്മളിത് ഇൻസൈഡ് ഔട്ട് ആക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് അതിൻ്റെ റോങ് സൈഡായിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഇൻസൈഡ് ഔട്ട് ആക്കി എടുക്കുകയാണ്. അപ്പം ഇതങ്ങനെ കംപ്ലീറ്റ്ലി ആക്കിയതിന് ശേഷം നമുക്ക് ആ എഡ്ജസൊക്കെ ഒന്നും കൂടി ഒന്ന് വലിച്ച് സ്ട്രെയിറ്റൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു 3 ഇഞ്ചസ് തയ്ക്കാതെ വിട്ടിട്ടില്ലേ, ഇനി അത് നമുക്ക് ക്ലോസ് ചെയ്ത് തയ്ക്കാം. ടീ-ഷർട്ടിൻ്റെ എൻഡ് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കൈവച്ച് തയ്ക്കുന്നത്. അപ്പോൾ അത് ആ എൻഡ്സ് പുറത്ത് കാണാത്ത രീതിയിൽ അതിൻ്റെ ഫിനിഷിങ് വരുന്നത് അങ്ങനെയാണ്.
ഇതിങ്ങനെ മാത്രം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ ഒരു ക്രോഷേ ലേസ് നമുക്ക് കടയിൽ നിന്ന് ക്രാഫ്റ്റ് ഷോപ്സിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അതും കൂടി ഇതിൻ്റെ സൈഡിലോട്ട് കൈവച്ച് തന്നെ തുന്നി ചേർത്തു. അങ്ങനെ അതിൻ്റെ ഫിനിഷിങ് അത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായി. ആദ്യത്തെ മാറ്റ് ഉണ്ടാക്കിയതിൽ കുറേ സ്ക്രാപ്സൊക്കെ ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ വേറൊരു പ്രോജക്റ്റും കൂടി ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ സ്ട്രിപ്സായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വലിച്ച് അതിങ്ങനെ ഒരു നൂല് പരുവത്തിലാക്കി, എന്നിട്ട് അതിൻ്റെ ഒരു 5-6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് അതും ഇങ്ങനെ കളർ ഇച്ചിരി മിക്സ് ചെയ്ത രീതിയിലാണ് എടുത്തത്. ഇത് വെച്ച് ഞാനൊരു ടാസലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്ട്രാൻഡ് എടുത്തിട്ട് ഇതുപോലെ കെട്ടി. ഈ സ്റ്റൈല് കെട്ടുന്ന രീതി ഇങ്ങനെയാണ്. എന്നിട്ട് അതൊരു ഒരു ലൂപ്പ് പോലെ ആക്കിയിട്ട് ആ പ്രിപ്പയർ ചെയ്ത സ്ട്രാൻഡ്സ് അതിൻ്റെ ഹാഫിൽ ഈ ലൂപ്പിൻ്റെ ആ കെട്ടുള്ള ഭാഗം അകത്ത് വരാൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ അതിങ്ങനെ വെക്കുന്നു. എന്നിട്ട് അത് വേറൊരു സ്ട്രാൻഡും കൂടി എടുത്തിട്ട് അതിൽ ഈ നമ്മൾ മാക്രമേലൊക്കെ ഒരു നോട്ട് ഇടുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു അറ്റത്ത് ഒരു ലൂപ്പ് ഇങ്ങനെ ഇച്ചിരി താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലൊരു ലൂപ്പ് വെച്ചിട്ട് ബാക്കി ആ സ്ട്രിപ്പ് വെച്ച് അതിങ്ങനെ ഒന്ന് വൈൻഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എൻഡ് ആ ത്രെഡിൻ്റെ എൻഡ് താഴെ വന്ന ആ ലൂപ്പിലോട്ട് കയറ്റിയിട്ട് പിന്നെ മുകളിൽ നമ്മൾ ആ സ്ട്രാൻഡിൻ്റെ ഒരു മറ്റേ അറ്റം വെച്ചിട്ടുണ്ട്. ആ മറ്റേ അറ്റം കൊണ്ട് നമ്മളിങ്ങനെ വലിച്ച് ഈ അതിൽ ആ കെട്ട് വരുന്ന ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളൊരു കെട്ടാണിത്. ഇത് വളരെ ഈസിയാണ്. ചെയ്യുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ 1-2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ടാസിൽ ഞാനൊരു ബുക്ക് മാർക്കിൻ്റെ എൻഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഒരു ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കിയപ്പോൾ ആ ബോട്ടിലിൻ്റെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇനി പില്ലോ കവേഴ്സിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് ചേർക്കോ, ടാസിൽ എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നോ ആ രീതിയിലൊക്കെ ഇത് ചെയ്യാം. ഇത് വെച്ച് ഞാനൊരു ഇയറിങ്സും ഉണ്ടാക്കി. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 പാറ്റേൺ പേപ്പർ അതുപോലെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഒട്ടിച്ചു. എന്നിട്ട് അതിനൊരു ഹോള് പഞ്ച് ചെയ്തു. ആ ഹോളിലോട്ട് ഇതിങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നത്. ഫാബ്രിക് ഡൈ ആണെങ്കിലും തന്നെ പല കളേഴ്സിലുണ്ട്. റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പല കളേഴ്സ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അങ്ങനെ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.